ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ടീച്ചേഴ്സിനും പാരൻസിനും ഉപകാരപ്രദമായ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് പ്രസന്റേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റോറിയാണ്. സെക്കൻഡ് ഗ്രേറ്റ് ലെസൺ, ലൈഫ് ജേർണി ഓൺ എർത്ത്. ഇതൊരു സർക്കിൾ ടൈമിൽ പറയാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോറി പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഇതിന് ആദ്യമായിട്ട് കുട്ടികളോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് എത്ര വയസ്സായി, അതുപോലെ ഫ്രണ്ട്സിന് എത്ര വയസ്സായി എന്നൊക്കെ. അതായത് ഒരു കാലഘട്ടം അല്ലെങ്കിൽ സമയത്തെ കുറിച്ചൊരു ബോധം കുട്ടികളിൽ ഉണർത്തിയ ശേഷമാണ് ഈ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കാൻ. ആദ്യമായിട്ട് ചോദിക്കേണ്ടത്, നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കാം. ഭൂമി ജനിച്ചിട്ട് ഏകദേശം 450 കോടി വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ആകാശത്തിലും കരയിലും വെള്ളത്തിലുമായി ഭൂമിയുടെ സകല കോണിലും ധാരാളം ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ജീവിക്കാൻ ആവശ്യമായ ശ്വാസവും ജലവും നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഭൂമി. എന്നാൽ വെറും ശൂന്യതയിൽ നിന്നും എങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമി പിറവിയെടുത്തത്? നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ കഥയാണ്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് പിറകിലോട്ട്, ഭൂമി ജനിക്കുന്നതിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ കഥ തുടങ്ങുന്നത്. വലിയ ഒരു സ്ഫോടനം ഉണ്ടായതിന്റെ ഫലമായി ഒരുപാട് തീഗോളങ്ങൾ ഉണ്ടായി, ചെറുതും വലുതുമായ തീഗോളങ്ങൾ. അങ്ങനെ ഒരു വലിയ തീഗോളം അതിന്റെ ചുറ്റുമുള്ള മറ്റ് ചെറിയ തീഗോളങ്ങളെ അട്രാക്ട് ചെയ്ത് കൂടിച്ചേർന്ന് വലിയ തീഗോളം ഉണ്ടായി. ആ തീഗോളമാണ് സൂര്യൻ. പിന്നെ ചുറ്റുമുള്ള മറ്റു തീഗോളങ്ങൾ ഈ സൂര്യന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. അങ്ങനെ അതിലൊരു തീഗോളമായിരുന്നു നമ്മുടെ ഭൂമി. അങ്ങനെ സൂര്യനും ഗ്രഹങ്ങളും ചേർന്ന് സൗരയൂഥം ഉണ്ടായി. നിരന്തരം ചുറ്റുമുള്ള പൊടിപടലങ്ങൾ, ഗ്യാസസ്, മിനറൽസ്, അതുപോലെ മറ്റു വലിയ വലിയ വസ്തുക്കൾ എല്ലാം ഭൂമിയുടെ പുറം ഭാഗത്ത് ഉപരിതലത്തിൽ വന്ന് പതിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായി. ഭൂമിക്കുള്ളിൽ നിന്നും ചുട്ടുപഴുത്ത ലാവ പുറത്തു വന്ന് ഭൂമി വെന്തുരുകി. അങ്ങനെ അത് വളരെ വേഗതയിലായിരുന്നു ഭൂമി അന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച പുകയും ലാവയും നിറഞ്ഞതായിരുന്നു ഭൂമി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഭൂമിയിലെ കട്ടി കൂടിയ ഭാഗങ്ങൾ അതിന്റെ സെന്ററിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഈ ചുട്ടുപഴുത്ത ഗോളത്തിൽ നിന്ന് നീരാവി ഫോം ചെയ്യുകയും ആദ്യത്തെ മേഘങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. മേഘങ്ങൾ ആദ്യം മഴ പെയ്യിക്കാൻ തുടങ്ങി. ഭൂമി ചൂടായതിനാൽ മഴ പെട്ടെന്ന് തന്നെ ബാഷ്പീകരിക്കപ്പെട്ടു. എന്നാൽ ക്രമേണ ഭൂമി തണുത്തു. മഴ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ തുടങ്ങി. വർഷങ്ങളോളം, കോടാനുകോടി വർഷങ്ങൾ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭൂമി മുഴുവൻ ഒരു വലിയ സമുദ്രമായി മാറി. അങ്ങനെ വലിയ സമുദ്രത്താൽ ഭൂമിയുടെ ഭൂരിഭാഗവും മൂടിയിരുന്നു. ബാക്കിയുള്ള ഭൂമി മുഴുവൻ പാറകളും ചുവപ്പും നിറഞ്ഞ വളരെ വിചിത്രമായ സ്ഥലങ്ങളായിരുന്നു. എന്നാൽ ആ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ കോടാനുകോടി വർഷങ്ങൾക്കു ശേഷം ജീവന്റെ തുടിപ്പ് രൂപം കൊണ്ടു. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത ആ ജീവന്റെ തുടിപ്പിനെ നമ്മൾ ബാക്ടീരിയ എന്ന് വിളിച്ചു. അവർ സമുദ്രത്തിൽ ജീവിക്കാനും പെരുകാനും തുടങ്ങി. അങ്ങനെ കുറെ കാലങ്ങൾക്കു ശേഷം ഇത്തരം ബാക്ടീരിയകളിൽ വളരെ വ്യത്യസ്ത ഇനം ബാക്ടീരിയകളെ കാണപ്പെട്ടു. അവയാണ് സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അവയുടെ പ്രത്യേകത എന്തെന്നാൽ അവയ്ക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവിടെ ക്ലാസ് റൂം ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും കുട്ടികളെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കാവുന്നതാണ്. അതായത് സയനോ ബാക്ടീരിയ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും. അതുപോലെ നിങ്ങൾ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ആരാണ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാറ്? എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണാറ്? അങ്ങനെ കുട്ടികളെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് തന്നെ വരാം. അങ്ങനെ ബാക്ടീരിയകൾക്കു ശേഷം നിരവധി കടൽ സസ്യങ്ങളും കടൽ ജീവികളും കടലിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതിന് എക്സാമ്പിൾ ജെല്ലി ഫിഷ്, സ്പോഞ്ച്, സീവീഡ്സ് തുടങ്ങിയവയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് എക്സോസ്കെൽട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ആകർഷകമായ കട്ടിയുള്ള പുറന്തോടുകൂടിയ വാലുമുള്ള ജീവികൾ ഉണ്ടായി. ചില ജീവികൾക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു. ചില ജീവികൾ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ചിലവ വളരെ വലുതായിരുന്നു. ഈ ആകർഷകമായ പുറന്തോടു കൂടിയ ജീവികളെ ട്രൈലോബൈറ്റ്സ് എന്ന് വിളിച്ചു.
അങ്ങനെ സമുദ്രം ട്രൈലോബൈറ്റ്സുകളാൽ സമൃദ്ധമായി. അതിനാൽ ആ കാലഘട്ടത്തെ ട്രൈലോബൈറ്റ്സ് ഏജ് എന്ന് വിളിച്ചു. അങ്ങനെ വളരെ കാലം അവർ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ അവയ്ക്ക് വംശനാശം സംഭവിച്ചു. ക്രമേണ അവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ശേഷം ട്രൈലോബൈറ്റ്സിന്റെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അതില് ഹെഡ്, ടെയില്, എക്സോസ്കെൽട്ടൺ കാണിക്കാം. ഇതുപോലെ എക്സോസ്കെൽട്ടൺ ഉള്ള മറ്റു ജീവികളുടെ പേര് പറയിപ്പിക്കാം. ശേഷം ഈ സ്റ്റോറിയുടെ ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. കൂടാതെ കുറച്ച് കടൽ സസ്യങ്ങളുടെ ഫോട്ടോസ് അവർക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ കടൽ ജീവികളുടെ ഫോട്ടോസും കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.